മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. മുന്നിൽ ഭീതിയായി പ്രതികൂല കടലിരമ്പം, ഉള്ളിൽ ആകുലം തിങ്ങും ജീവപ്പടകിളക്കം. മുന്നിൽ ഭീതിയായി പ്രതികൂല കടലിരമ്പം, ഉള്ളിൽ ആകുലം തിങ്ങും ജീവപ്പടകിളക്കം. നാലാം യാമത്തിങ്കലും നടന്നടുക്കുമവൻ, നടുക്കടലിലും വഴി തുറക്കും. നാലാം യാമത്തിങ്കലും നടന്നടുക്കുമവൻ, നടുക്കടലിലും വഴി തുറക്കും. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും. ലോക വഴിയെല്ലാം അടങ്ങിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ബാബു കൊച്ചുകുഞ്ഞ് ബഹ്റിൻ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വേദവാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. യേശു അവൻ കിടക്കുന്നത് കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നെന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഇന്ന് നാം ചിന്തിക്കുന്നത് യെരുശലേമിലെ ബെഥെസ്ദ കുളക്കരയിൽ നടന്ന വളരെ ഹൃദയസ്പർശിയായൊരു സംഭവത്തെക്കുറിച്ചാണ്. നമ്മൾ ആ വായിച്ച വേദവാക്യത്തിന് 3 മുതൽ 5 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. നാം വായിച്ചതുപോലെ 38 വർഷമായി രോഗമായി കിടക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പ്രതീക്ഷകളെല്ലാം നശിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരികയാണ്. ഈ വേദഭാഗത്ത് നിന്ന് ചില ചിന്തകൾ, ആത്മീയ ചിന്തകൾ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തു നമ്മുടെ അവസ്ഥയും നമ്മുടെ കാത്തിരിപ്പും കാണുന്നു എന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബെഥെസ്ദ കുളക്കരയിൽ അനേക രോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കണ്ണ് ഉടക്കിയത് 38 വർഷമായി വേദന അനുഭവിക്കുന്ന ഈ മനുഷ്യനിലാണ്. നമ്മൾ വായിച്ചതുപോലെ യേശു അവൻ കിടക്കുന്നത് കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. കർത്താവ് കണ്ടു, കർത്താവ് അറിഞ്ഞു. ലോകം നമ്മെ മറന്നേക്കാം, നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മെ കൈവിട്ടേക്കാം. പക്ഷേ സർവ്വവ്യാപിയായ, സർവജ്ഞാനിയായ, സർവശക്തനായ ദൈവം നമ്മുടെ അവസ്ഥകളെ കൃത്യമായി അറിയുന്നു. എത്ര വർഷമായി നിങ്ങൾ ഒരു പ്രത്യേക വിഷയത്തിന്മേൽ കരയുന്നു? എത്ര നാളായ ഒരു രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നു? എത്ര നാളായ ഒരു പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടാതെ കാത്തിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് നന്നായി അറിയുന്നു. ആൾക്കൂട്ടത്തിനിടയിലും നിങ്ങളെ വ്യക്തിപരമായി കാണുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോൾ അവനെ സഹായിക്കുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, കുളത്തിലെ വെള്ളം കലങ്ങുമ്പോൾ തന്നെ ഇറക്കി വിടുവാൻ ആരുമില്ല എന്ന് ആ മനുഷ്യൻ പറയുന്നു. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വന്തം രക്ഷയ്ക്കായിട്ട് പാപിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന സത്യത്തെ നാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം പല പ്രാവശ്യം പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അനേക വർഷങ്ങൾ അവൻ ശ്രമിച്ചു. പക്ഷെ ഓരോ തവണയും മറ്റൊരാൾ അവന് മുമ്പേ ഇറങ്ങിപ്പോയി. മനുഷ്യൻ സ്വന്തം പുണ്യപ്രവർത്തികൾ കൊണ്ട് സ്വർഗത്തിലെത്തുവാൻ എത്രത്തോളം ശ്രമിച്ചാലും ഇതേപോലെ പരാജയപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, അവൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കേ. കാലം കടന്നു പോകുന്തോറും അവൻ്റെ ഉള്ളിലെ പ്രതീക്ഷ മങ്ങിപ്പോയി. പാവം മനുഷ്യനെ ആത്മീയമായി തളർത്തുകയും മാറ്റത്തിനുള്ള ആഗ്രഹം പോലും ഇല്ലാത്തവനാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ കടന്നുവരവിലും അവൻ്റെ
ഒരു അപ്രതീക്ഷിതമായി ആ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും നാം അവിടെ കാണുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഇതൊരു വിചിത്രമായ ചോദ്യമായി തോന്നും. 38 വർഷമായി രോഗിയായി കിടക്കുന്ന ഒരാളോട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അയാൾക്ക് സൗഖ്യം തന്നെയല്ലേ ഏറ്റവും ആവശ്യം. അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ആ കുളക്കരയിൽ 38 വർഷമായി കാത്തു കിടക്കുന്നത്. എന്നാൽ ആ ചോദ്യം ചോദിക്കുവാൻ യേശു ക്രിസ്തു ആ ചോദ്യം ചോദിക്കാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മനുഷ്യൻ ദീർഘമായ പ്രശ്നങ്ങളുമായിട്ട് താൻ ഒരു കംഫർട്ട് സോണിലാണ് ഇന്ന് ആയിരിക്കുന്നത്. അവൻ്റെ പ്രശ്നങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ ഭയപ്പെടുന്നു. രോഗിയായിരിക്കുന്ന കാലത്തോളം മറ്റുള്ളവരുടെ സഹതാപം കിട്ടും, മറ്റുള്ളവർ അവനെ ശ്രദ്ധിക്കും, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. സൗഖ്യമായാൽ അവൻ എഴുന്നേറ്റ് ജോലി ചെയ്ത് ജീവിക്കണം. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ അവൻ തയ്യാറാണോ എന്നാണ് യേശു ക്രിസ്തു അവനോട് ചോദിക്കുന്നത്. പലരും ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുമ്പോഴും ആത്മീയ സൗഖ്യത്തിനായി യഥാർത്ഥമായി ദാഹിക്കുന്നില്ല എന്നൊരു നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അജ്ഞത, തങ്ങൾ രോഗികളാണെന്ന് അല്ലെങ്കിൽ പാപികളാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. മാത്രമല്ല, അവർക്ക് പാപത്തോടുള്ള സ്നേഹം അവരെ ആത്മീയ വിടുതലിൽ നിന്ന് അകറ്റുന്നു. അതുകൂടാതെ അവരുടെ ജീവിതത്തിലെ അവിശ്വാസം, ക്രിസ്തുവിന് തന്നെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് പലരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പരിശോധനയാണ് യേശു ക്രിസ്തു ഇവിടെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു മാറ്റത്തിനായുള്ള ആഗ്രഹമുണ്ടോ, അതോ നീ പൂർണ്ണമായും നിരാശയിലാണോ എന്ന് യേശു ചോദിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസവും ആഗ്രഹവും എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുന്നു. നമ്മൾ അറിയുന്ന പോലെ രക്ഷിക്കപ്പെടുക എന്നത് കേവലം ഒരു ബാഹ്യമായ ചടങ്ങല്ല, മറിച്ച് അത് മനുഷ്യൻ്റെ മനസ്സിന് മൊത്തമായ മാറ്റമാണ്. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് മൊത്തവും മാറിപ്പോകുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. യേശു ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ശ്രദ്ധ തൻ്റെ കഴിവുകേടുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറ്റി കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ ആഗ്രഹം എന്താണ്? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നതിലൂടെ അവൻ തൻ്റെ നിസ്സഹായ അവസ്ഥ ഏറ്റുപറയുവാൻ ഇടയാകുന്നു. അവന് വാസ്തവത്തിൽ യേശുവിൻ്റെ ചോദ്യത്തിന് ആ മനുഷ്യൻ നൽകിയ മറുപടി 7-ാം വാക്യത്തിലുണ്ട്. യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. അവൻ എനിക്ക് സൗഖ്യമാകണം, കർത്താവേ എനിക്ക് സൗഖ്യമാകണം എന്ന് പറയുന്നതിന് പകരം തൻ്റെ സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുകയാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല, മറ്റുള്ളവർ എന്നെ മറികടന്നു പോകുന്നു എന്നതാണ് അവൻ്റെ പരാതി. പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആത്മീയ തളർച്ചയ്ക്കും തോൽവികൾക്കും നാം മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റം പറയുന്നു. എന്നാൽ യേശു അവനോട് അവൻ്റെ ഒഴിവഴിവുകൾ കേൾക്കാൻ നിന്നില്ല. യേശു അവനോട് കൽപ്പിച്ചു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക. അവനെ സഹായിക്കുവാൻ ആരുമില്ലായിരുന്നിടത്ത് സ്വർഗത്തിലെ ദൈവം അവന് സഹായമായി മാറി. ചോദ്യത്തിന് പിന്നാലെ യേശു നൽകുന്ന കൽപ്പന എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്നതാണ്. അത്ഭുതകരമാണ് ആ കൽപ്പന. ചോദിച്ചവൻ തന്നെ പ്രവർത്തിക്കുവാനുള്ള ശക്തിയും നൽകുന്നു. ആത്മീയമായി മരിച്ച അവസ്ഥയിൽ നിന്നുള്ള പാപിയോട് മടങ്ങി വരുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള കൃപയും ദൈവം നൽകുന്നു. നീ അശക്തനാണെന്ന് സമ്മതിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ സർവ്വശക്തി നിനക്കായി പ്രവർത്തിച്ചു തുടങ്ങുന്നത്. 38 വർഷത്തെ തളർച്ച മാറ്റുവാൻ യേശുവിന് ഒരു നിമിഷം മതിയായിരുന്നു. നിന്റെ പാപക്കറ എത്ര പഴക്കമുള്ളതാണെങ്കിലും ക്രിസ്തുവിൻ്റെ രക്തത്തിന് അത് കഴുകിക്കളയുവാൻ കഴിയും എന്ന് നാം ദൈവവചനത്തിൽ 1 യോഹന്നാൻ 1:7 നാം വായിക്കുന്നത്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ അരികിൽ വന്ന് എന്ന് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിങ്ങളുടെ പ്രശ്നം ശാരീരിക രോഗമാകാം, സാമ്പത്തിക തളർച്ചയാകാം, കുടുംബത്തിലെ അസ്വസ്ഥതകളാകാം, അല്ലെങ്കിൽ പാപത്തിൻ്റെ കെട്ടുകളാകാം. എത്ര വർഷമായി നിങ്ങൾ ഇതിൽ കിടക്കുന്നു എന്നത് ദൈവത്തിനൊരു പ്രശ്നമല്ല. നിരാശയുടെ കിടക്കിൽ നിന്ന് എഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തി ഒഴിവുകഴിവുകൾ മാറ്റിവെച്ച് വിശ്വാസത്തോടെ യേശുവിലേക്ക് നോക്കുക. 38 വർഷത്തെ കെട്ടുകളെ അഴിച്ച യേശു ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ കിടക്കയും എടുത്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് നടക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞതുപോലെ, അവനോട് ചോദിച്ച പോലെ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഈ ചോദ്യം ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏവരുടെയും ഹൃദയത്തിൽ ഒരു പ്രാവശ്യം കൂടി അലയടിക്കുവാൻ ഇടയാകട്ടെ. അതെ, നമുക്ക് പറയാം, കർത്താവേ
എനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്. എനിക്ക് എൻ്റെ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെയും കൂടി അങ്ങയുടെ മകനാക്കി തീർക്കണേ എന്ന് പറയുവാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്ന പോലെ, റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അവൻ ഉന്നതൻ, സർവം വാക്കാൽ വഹിക്കുന്നവൻ, അവൻ വന്നിതൻ, സർവത്തിനും മീതെയുള്ളവൻ. അവൻ ഉന്നതൻ, സർവം വാക്കാൽ വഹിക്കുന്നവൻ, അവൻ വന്നിതൻ, സർവത്തിനും മീതെയുള്ളവൻ. എന്നാൽ ചൊല്ലിടും കുഞ്ഞു സങ്കടങ്ങളും കേൾക്കാൻ മനസ്സലിവുള്ള നാഥനാ. എന്നാലേ ചൊല്ലിടും കുഞ്ഞു സങ്കടങ്ങളും കേൾക്കാൻ മനസ്സലിവുള്ള നാഥനാ. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടങ്ങിടുമ്പോ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ.